മുരളി അവരുടെ ബഹുമാനം കൊടുക്കും. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബംഗാളൂരിൽ മറ്റൊരു ചരിത്രം എഴുതി ചേർത്തുകൊണ്ട് കടന്നു വന്ന ശ്രീ വേടൻ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് ഓർമ്മ ദിനത്തിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തിൽ സാധുജന പരിവാര സംഘത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടിത്തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ, ഓ മക്കളെ വരാടക്കാന്ന് കാണണം. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന, നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള പട്ടികജാതി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം. നമ്മളിപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല, ഞാനൊരിക്കലും ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല. മാവീരൻ, മഹാവീരനാണ് അയ്യോ. അപ്പോൾ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി, മക്കളെ വരാടാക്കണ്ട ഒരു മിനിറ്റ്, അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക്, ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. നന്ദി. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ അധികം ഒന്നും മിണ്ടുന്നില്ല. ഞാനൊരു പാട്ടുകാരനുള്ള, ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഇല്ല, ഇതിൽ തന്നെ പാടാലോ, കുഴപ്പമില്ല. ഇതിലാണോ ഇച്ചിരി സൗണ്ട് നല്ലത്? ഞാൻ എന്ത് പാട്ട് പാടണം? കേട്ടില്ല? പൊയ്കയിലെ അപ്പച്ചന്റെ പാട്ട് പാടാനാണെന്ന് പറയുന്നത്. വണക്കം. നമുക്ക് വളരെ കുറച്ച് സമയമേ അനുവദീയമായിട്ടുള്ളൂ. ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ്. എനിക്ക് പോകാൻ വഴി ഒരുക്കണം ദയവ് ചെയ്ത്. ഒരുപാട് പരിപാടികളുണ്ട് എന്ന്. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ,
ഉപ്പുകാറ്റിൽ മീനും മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? മക്കളെ ശരിടാ ശരിടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ കുറച്ച് സമയമേ അനുവദിച്ചിട്ടുള്ളൂ. പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. ഇന്ന് അത്രയും മഹത്തായിട്ടുള്ള ഒരു ദിവസമാണ്. പോയിട്ട് വരാം മക്കളെ, പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.